ജീവിതത്തിൽ കടുത്ത നിരാശകൾ, കനത്ത പരാജയങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കേട്ടുകൊള്ളുക. നിങ്ങൾ ഏതു മേഖലയിലാണോ പരാജയപ്പെട്ടത്, അവിടെ നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിച്ച സമയങ്ങളിലെല്ലാം നിങ്ങൾ വീണ് കിടന്ന മേഖല, തളർന്നു വീണ മേഖല, അവിടെ തന്നെ ദൈവം നിങ്ങൾക്കൊരു ജയം നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, നിങ്ങളെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നിങ്ങൾക്കൊരു ജയം നൽകാൻ പോവുകയാണ്. ജീവിതത്തിൽ കനത്ത പരാജയങ്ങളേറ്റ ഒരു ഭക്തനായിരുന്നു ദാവീദ്. തൻ്റെ ശത്രു തന്നിലും ബലമേറിയവനായിരുന്നു. അനർത്ഥ ദിവസത്തിൽ ദാവീദിനെ ശത്രു ആക്രമിച്ചു. ദാവീദ് എന്ത് ചെയ്യുന്നോ, അവൻ്റെ കഷ്ടകാലത്ത് അവൻ ദൈവത്തോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. ദാവീദ് നിലവിളിച്ചപ്പോൾ ദൈവം ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ചു. ഇന്നലകളിൽ പരാജയപ്പെട്ട മേഖലകളെ ദൈവം കണ്ടു. എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം തല കുനിച്ചു എന്ന മേഖലകളെ ദൈവം കണ്ടു. ദൈവം എന്തു ചെയ്തു? ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ചു എന്ന് മാത്രമല്ല, ദൈവം അവനെ ശക്തി കൊണ്ട് അരമുറുക്കുകയും അവൻ്റെ വഴിയിലെ കുറവുകളെ പരിഹരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. ദാവീദ് പറഞ്ഞു, ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ആത്മാവിനെ ദൈവം കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിശ്വസിക്ക്, ഏറ്റുപറയ്. തോൽവികൾ നേരിട്ട മേഖലയിൽ ഇന്ന് പകൽ വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ബലഹീനനായ നിന്നെപ്പോലെ ശക്തൻ ഈ ഭൂമിയിൽ ആരുമില്ലെന്നേ. നീ ബലഹീനനായിരിക്കാം, എന്നാൽ ആശ്രയിക്കാൻ നിനക്ക് സർവശക്തനായൊരു ദൈവമുണ്ടെങ്കിൽ, നിന്നെപ്പോലെ ശക്തനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെയില്ല. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ദാവീദിൻ്റെ കുറവ് തീർത്ത് ദാവീദിനെ പണിയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവനെ ശക്തി കൊണ്ട് അരമുറുക്കി. അവൻ്റെ കാലുകൾക്ക് മാൻപേട കാൽ പോലെ വേഗത നൽകി. അവനെ ഗിരികളിൽ നിർത്തിക്കൊണ്ട് ഇന്നലകളിൽ അവനെ തകർത്തു കളഞ്ഞ ശക്തികളെ, അവൻ തോൽവികൾ ഏറ്റുവാങ്ങിയ മേഖലകളെ സ്വർഗത്തിൻ്റെ ദൈവം മുൻപിൽ കണ്ട് അവൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തിക്കൊണ്ട് അവനെ തകർത്ത് കളഞ്ഞ ശത്രുവിനെ പിന്തുടർന്ന് പിടിക്കുവാനും തോൽവികൾ നേരിട്ട അതേ മേഖലയിൽ തല ഉയർത്തി നിൽക്കുവാനും ദൈവം ദാവീദിനെ പ്രാപ്തനാക്കി. ഇന്നത്തെ നിന്റെ തോൽവി നിന്റെ ജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. തോറ്റുകൊടുക്കരുത്. നീ ജനിച്ചത് തന്നെ ജയിക്കാൻ വേണ്ടിയാണ്. നിന്നെ കൊണ്ട് കഴിയത്തില്ല. നിന്നെ ജയിപ്പിക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ ജയിച്ചവനാണ്. അവനാണ് ജയിച്ചവൻ. ജയിച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ളൊരു 80 വർഷം കൊണ്ട് വെട്ടിപ്പിടിച്ചവനല്ല ജയിച്ചവൻ. വെട്ടിപ്പിടിച്ചവൻ മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നത് കാണുമ്പോൾ അവൻ വീണ്ടും പരാജയപ്പെട്ടില്ലേ? പ്രിയപ്പെട്ടവർ, ഇന്ന് ജയിച്ചു എന്ന് ലോകം പറയുന്നവരെല്ലാവരും തോറ്റവരാണ്. മരണത്തിന് മുമ്പിൽ തോറ്റുപോയാൽ തോറ്റു എന്നല്ലേ അർത്ഥം. എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ജയിച്ച ഒരുവൻ നിൽക്കുന്നുണ്ട്. അവൻ മരണത്തെ ജയിച്ചവനാണ്. അവനാണ് ജയിച്ചവൻ. ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ജയം നിത്യജീവനാണ്. ദൈവം നിങ്ങളെ ജയിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് 80 വർഷത്തെ ഈ ലോക ജീവിതത്തിലെ ജയമല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവം നിങ്ങൾക്കൊരു ജയം നൽകാൻ പോകുന്നു. ആ ജയം നിത്യജീവനാണ്. വിശ്വസിച്ചാൽ മതി. യേശു കർത്താവ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പകരമായവൻ ക്രൂശിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവൻ മരിച്ചിട്ടുണ്ട്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. വിശ്വസിക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. ദൈവം നിങ്ങൾക്ക് ജയം നൽകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.